അതേ ചെറുതിൽ ചോറും കഞ്ഞിയൊക്കെ വെച്ച് കളിക്കുക എന്ത് രസമായിരുന്നല്ലോ. ചിരട്ടയിൽ മണ്ണും പൂവും ഇലയൊക്കെ വാരിയിട്ട് കളിക്കുക എന്തൊരു സുഖമുള്ള പരിപാടിയായിരുന്നു. ഈ മക്കളെ എടുത്തിട്ട് ഇങ്ങനെ പാവയൊക്കെ എടുത്ത് നടക്കാനൊക്കെ ഇത് ശരിക്കും ഇങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴല്ലേ ഇതിൻ്റെ വിവരമൊക്കെ അറിയുന്നത്. രാവിലെ എണീച്ച് വേഗം അടുപ്പ് കത്തിച്ച് അരിക്കല അടുപ്പത്ത് വെച്ചാൽ എനിക്കൊരു സമാധാനം കിട്ടും കേട്ടോ. വേഗം ചോറാകുമല്ലോ. അത് വേഗം അടുപ്പത്ത് വെച്ചിട്ട് വേഗം ചായക്കുള്ള പരിപാടി നോക്കുക കേട്ടോ. ചായക്ക് ഇന്ന് ചെറുപയറും ദോശയായിരുന്നു കേട്ടോ ഉണ്ടാക്കിയത്. ഇതൊക്കെ പണ്ടൊക്കെ എന്ത് രസമുള്ള പരിപാടിയായിരുന്നില്ല. അടുപ്പ് കത്തിക്കാൻ ചിരട്ടയ്ക്ക് തീയിടാൻ വേണ്ടിയിട്ട് എത്ര കരഞ്ഞതല്ലേ. അവസാനം ആ തീയൊക്കെ തന്നിട്ട് ആ ചിരട്ടയൊക്കെ കത്തി വെള്ളമൊക്കെ മറിഞ്ഞ് അങ്ങനെ എണീച്ച് പോകുമ്പോൾ സമാധാനമാവും. പിന്നെ ചായയും ദോശയൊക്കെ റെഡിയായി മക്കളെ സ്കൂളിൽ വിട്ടു കേട്ടോ. രാവിലത്തെ ഏറ്റവും വലിയ പണി ഇതായി കുട്ടിപ്പണ്ടി എണീച്ചിട്ട് ഇതാ ബാക്കി ഇനി ഉറക്കം സോഫയിൽ വന്നിട്ട് ഉറങ്ങുക. അവളെ ഇതാ ഒരുക്കി അംഗനവാടി പറഞ്ഞേക്കുക. രാവിലെ ഒരു അംഗം തന്നെയാണ് കേട്ടോ. അപ്പോൾ അവളെ റെഡിയാക്കി വേഗം പറഞ്ഞേക്കിച്ചു. അപ്പോൾ അപ്പോഴേക്ക് മീൻകാരൻ വന്നു കേട്ടോ. മീൻകാരൻ വന്നപ്പോൾ കുറച്ച് മീൻ വാങ്ങിച്ചു. അയാൾക്ക് തരുന്ന കണ്ടെത്തുന്ന ഒരു കൊട്ട മീനുണ്ട്. ആകെ 4 അയില കുഞ്ഞനായിട്ട് എനിക്ക് കിട്ടിയത്. അപ്പോൾ അതൊക്കെ വേഗം അവിടെ മുറിച്ച് വെച്ചിട്ട് വേഗം കറിയൊക്കെ വെക്കാനുള്ള പരിപാടി തന്നെ. അപ്പോഴേക്ക് നമ്മുടെ അരി വറുത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി എനിക്ക് പോകാനുള്ള സമയമായിട്ട് അപ്പോൾ ഞാൻ വേഗം കുളിയൊക്കെ കഴിഞ്ഞു മാറ്റി കേട്ടോ. നല്ല ചൂടാണല്ലോ. അപ്പോൾ ഒരു ഉപ്പി വെള്ളം എടുക്കാന്ന് വെച്ചാൽ നല്ലതാണ്. അവിടുന്ന് വെള്ളം കിട്ടും, എന്നാലും ഇടയ്ക്ക് കുടിക്കാൻ വേണ്ടി അങ്ങനെ വേഗം ബസ്സൊക്കെ ഇറങ്ങി വേഗം ഓട്ടോ വിളിച്ച് പോയി കേട്ടോ. നേരെ വൈകുന്നേരത്ത് ഓട്ടോ വിളിച്ച് അവിടെ എത്തിയത് കേട്ടോ. പക്ഷേ ഇത് CCA ഇല്ലായിരുന്നു. അതേ സ്പീഡിൽ തിരിച്ചു പോന്നു കേട്ടോ. ഞാൻ തിരിച്ചിങ്ങോട്ട് നടന്നതാണ്. അപ്പോൾ ചെയ്താലും ഇവിടെ വരെ വന്നില്ലേ. പടിവാരത്ത് അമ്മേൻ്റെ അടുത്തൊന്ന് പോയി വരാം. പക്ഷേ അങ്ങനെ അവിടെ എത്തിയപ്പോൾ അമ്മ വേഗം ചോറൊക്കെ വിളമ്പി തന്നു കേട്ടോ. പിന്നൊക്കെ ചോറൊക്കെ തിന്ന് അമ്മേനോട് കഥയൊക്കെ പറഞ്ഞു തന്ന പ്രത്യേക രസമല്ലേ. വിശന്ന് ചെല്ലുമ്പോൾ ഇങ്ങനെ വിളമ്പി തരുമ്പോൾ. പിന്നെ അത് അമ്മ മുറ്റത്തെന്തോ പരിപാടിയില്ല കേട്ടോ. അമ്മേൻ്റെ പുറകെ കൂടെ നടന്നേ. അവിടെ ഇങ്ങനെ ചെറിയൊരു ഇങ്ങനെ കുണ്ട് പോലെ കുത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് ചെടികൾക്കൊക്കെ വെള്ളം ഇങ്ങനെ കൊടുക്കാനുള്ള പരിപാടി കേട്ടോ. പൂസിട്ടിട്ട് വെള്ളം വലിക്കുക കേട്ടോ അമ്മ. പിന്നെ അത് കണ്ട് നേരെ മുകളിലേക്ക് കാണുന്നത് നമ്മുടെ വയനാട് ചുരം കേട്ടോ. വയനാട് ചുരത്തിൻ്റെ നേരെ താഴ്വാരത്താണ് എൻ്റെ വീട്. അടിവാരത്തൊരു കുഞ്ഞു വീടാണ്. അവിടെ നമുക്ക് കരിമ്പൊക്കെ വെട്ടി തരുന്നുണ്ട് കേട്ടോ. നല്ല മധുരമുണ്ട്. ഇന്നലെ വെട്ടിയിരുന്നെന്ന് പറഞ്ഞപ്പോൾ അമ്മ എനിക്ക് വേഗം കുറച്ച് വെട്ടി വേഗം കവറിലൊക്കെ ആക്കി തരുന്നുണ്ട്. ഞാൻ പോകാനായി മക്കൾ വരുമ്പോഴേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ അമ്മ വേഗം കുറച്ച് കരിമ്പൊക്കെ വെട്ടി തന്നു കേട്ടോ. പിന്നെ പോകാനായപ്പോൾ അമ്മ ഇതാ ചായയിൽ കുറച്ച് അവിലൊക്കെ ഇട്ടു. അത് ആറാതെ വേഗം കുടിച്ചാൽ നാക്കങ്ങ് പുള്ളിപ്പോയി കേട്ടോ. പിന്നെ കുറച്ച് അച്ഛനോട് കഥയൊക്കെ പറഞ്ഞ് മക്കൾ വരാനായപ്പോൾ ടാറ്റ പറഞ്ഞ് ഞാൻ പോകും.